നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ മെയ് 16-ന് തെരഞ്ഞെടുപ്പ് നടക്കും. റെയിൽപാളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ സന്ദേശം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഭാവിക്കര പദ്ധതി പ്രദേശത്ത് തടയണ നിർമ്മാണം വൈകുന്നു. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പോലീസ് തള്ളലിനിടയിൽ തൊഴിലാളി വീണ് പരിക്കേറ്റ സംഭവം ASIയെ സസ്പെൻഡ് ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. തെരഞ്ഞെടുപ്പ് ചെങ്കള, പിലിക്കോട് പഞ്ചായത്തുകളിൽ. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. കുടിവെള്ളത്തിന് മുന്തിയ പരിഗണന. വാർത്തകൾ വിശദമായി. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. മെയ് 16-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 2-നാണ്. കേരളത്തിൽ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായാണ് പൂർത്തിയാക്കുക. മെയ് 16-ന് തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അന്നേ ദിവസം രാവിലെ 7 മണി മുതൽ 5 മണി വരെ വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 19-നാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി ഏപ്രിൽ 29-നാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 30-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 2-ആണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടം വെള്ളിയാഴ്ച മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ മൊത്തം 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള യോഗങ്ങൾ നടക്കുകയാണ്. അതേസമയം മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. കാസർകോട്ടെ നിലവിലെ MLA ആയ NA നെല്ലിക്കുന്നും മഞ്ചേശ്വരത്തെ MLA ആയ PB അബ്ദുറസാഖുമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ. റെയിൽവേ പാലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ ഫോൺ സന്ദേശം നൽകിയ ആൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. ബുധനാഴ്ച രാത്രിയാണ് അജ്ഞാത സന്ദേശം എത്തിയത്. ചന്ദ്രഗിരി പുഴയ്ക്ക് കുറുകെ തളങ്കരയിലുള്ള റെയിൽവേ പാലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലേക്ക് അജ്ഞാത ഫോൺ സന്ദേശം ലഭിച്ചത്. റെയിൽവേ പാലത്തിൽ വെച്ച ബോംബ് ഉടനെ പൊട്ടുമെന്നായിരുന്നു സന്ദേശം. റെയിൽവേ പോലീസും പോലീസ് ബോംബ് സ്ക്വാഡുമെല്ലാം വിശദമായി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സന്ദേശം വന്നതുകൊണ്ട് തന്നെ 1 മണിക്കൂറിലധികം ട്രെയിനുകൾ വിവിധ ദിക്കുകളിൽ പിടിച്ചിട്ടു. വിദേശത്ത് നിന്നാണ് ഫോൺ സന്ദേശം എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. 250 മീറ്റർ നീളമുള്ള 2 പാലവും പോലീസ് പരിശോധിച്ചു. പാലത്തിന് സമീപമുണ്ടായിരുന്നവരെ വളരെ ദൂരത്തേക്ക് മാറ്റി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് തീരദേശ പോലീസിന്റെ സഹായവും തേടി. തീരദേശ പോലീസ് ബോട്ടിൽ പാലത്തിനടിയിലും പരിശോധന നടത്തി. ഫോൺ സന്ദേശത്തിന്റെ ഉറവിടം തേടി പ്രതിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. കാസർഗോഡ് CI MP ആസാദ്, SI രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഭാവിക്കര പദ്ധതി പ്രദേശത്ത് തടയണ നിർമ്മാണം വൈകുന്നതിനെതിരെ കർമ്മസമിതി രംഗത്ത്. മാർച്ച് ആദ്യവാരം തടയണ നിർമ്മാണം ആരംഭിക്കുമെന്നറിയിച്ചിരുന്നുവെങ്കിലും ഇതേവരെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതി പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. ഭാവിക്കര റെഗുലേറ്റർ നിർമ്മാണ പദ്ധതി അനന്തമായി നീളുന്നതിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ നാട്ടുകാർ രൂപീകരിച്ച കർമ്മസമിതി യോഗം തീരുമാനിച്ചു. എല്ലാ വർഷവും താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് ഭാവിക്കര പദ്ധതി പ്രദേശത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നത്. താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിലൂടെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് കർമ്മസമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ജനുവരി 19-ന് കളക്ട്രേറ്റിലും 27-ന് തിരുവനന്തപുരത്തും മന്ത്രിയുടെ ചേംബറിൽ വെച്ച് കർമ്മസമിതി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. റെഗുലേറ്റർ നിർമ്മാണത്തിനുള്ള നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് മാർച്ച് ആദ്യവാരം തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കണമെന്നായിരുന്നു യോഗത്തിൽ ഉണ്ടാക്കിയ ധാരണ. ഉപ്പുവെള്ളം കയറുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറായതെന്ന് സമിതി കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ ഉപ്പുവെള്ളം പദ്ധതി പ്രദേശത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക തടയണ നിർമ്മാണം പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് 1 മാസമെങ്കിലും വേണ്ടിവരും. തടയണ നിർമ്മാണത്തിന് തയ്യാറായി രംഗത്ത് വന്ന രണ്ടാമത്തെ കരാറുകാരൻ ഇതിനിടെ പിന്മാറിയിരുന്നു. കാഞ്ഞങ്ങാട്ട് പോലീസിന്റെ തള്ളലിനിടയിൽ വീണ് പരിക്കേറ്റ സംഭവം ASIയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കാഞ്ഞങ്ങാട് പുഞ്ചാവി കടപ്പുറത്ത് സുരേഷിനെയാണ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ASI മുഹമ്മദ് ഹനീഫ തള്ളിയിട്ടത്. കഴുത്തിൽ പിടിച്ച് തള്ളിയപ്പോൾ ഇദ്ദേഹം പോലീസ് വാഹനത്തിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
ആദ്യം കാഞ്ഞങ്ങാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മംഗലാപുരത്തേക്ക് മാറ്റുകയായിരുന്നു. സുരേഷൻ ASIക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ASIക്കെതിരെ കേസെടുക്കാനും സർവീസിൽ നിന്നും മാറ്റി നിർത്താനും തീരുമാനിച്ചത്. മുഹമ്മദ് ഹനീഫയെ പ്രതി ചേർത്ത് ഹോസ്ദുർഗ് പോലീസാണ് കേസെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 341, 322 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട 2 മെമ്പർമാർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ചെങ്കള, പിലിക്കോട് പഞ്ചായത്തുകളിലെ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് ഒഴിവ് വന്ന ത്രിതല പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും. ജില്ലയിലെ ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡായ ചെർക്കള വെസ്റ്റ്, പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡായ കൊടക്കാട് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 7 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് തെരഞ്ഞെടുപ്പ്. ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡ് പരിധിയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പോളിംഗ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകിയിട്ടുണ്ട്. ചെർക്കള വെസ്റ്റിൽ B. ബാലാമണിയും സുഫൈജയുമാണ് സ്ഥാനാർത്ഥികൾ. ഇവിടെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സറീന ബഷീർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊടക്കാട്ട് MTP മൈമൂനത്തും P. ലളിത എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇവിടെ നിന്നും വിജയിച്ച CPMലെ VM രാധ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശനിയാഴ്ച രാത്രി 7 മണിയോടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് അവതരിപ്പിച്ചത്. സേവന മേഖലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഇന്ദിര ആവാസ് യോജനയുമായി കൈകോർത്ത് 2500 ഗുണഭോക്താക്കളെ ലക്ഷ്യമിട്ട് 8.5 കോടി രൂപ ഭവന നിർമ്മാണ പദ്ധതിക്കായി അനുവദിക്കും. കാർഷിക മേഖലയുടെ വികസനത്തിനായും വിവിധ പദ്ധതികൾ നടപ്പാക്കും. തരിശുനിലങ്ങളുടെ പുനരുജ്ജീവനം, നെല്ലുൽപാദന വർധന, പഞ്ചായത്ത് തോറും ജൈവവള നിർമ്മാണ യൂണിറ്റ്, ഓരോ പഞ്ചായത്തിനും ഓരോ ഔഷധ സസ്യ ഉൽപാദനം എന്നിവ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും നടപ്പാക്കും. നശിച്ചുകൊണ്ടിരിക്കുന്ന പുഴകളെ സംരക്ഷിക്കാനുള്ള മാതൃകാ പദ്ധതികളും നടപ്പാക്കും. യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ IT പാർക്കും യുവ സംരംഭകർക്ക് കൈത്താങ്ങായി എമർജിങ്ങും നടപ്പാക്കും. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും കുടിവെള്ളം, ശുചിത്വം, ആസ്പത്രി സംരക്ഷണം എന്നിവയ്ക്കും പ്രാമുഖ്യം നൽകും. +2 തുല്യതാ പഠനത്തിൽ കന്നഡ പഠിതാക്കളെ കൂടി ഉൾപ്പെടുത്താൻ കന്നഡ പഠന സാമഗ്രികൾ നിർമ്മിക്കുന്നതിനും തുക വകയിരുത്തി. ആരോഗ്യരംഗത്തും വിവിധ പദ്ധതികൾ നടപ്പാക്കും. ജനപക്ഷ നിലപാടുകൾ നിർവഹിച്ച് ഒരു ഭരണ സംവിധാനത്തിന് നിലനിൽക്കണമെങ്കിൽ സുധീരവും ദൃശ്യദാർഢ്യവും കൈമുതലായുള്ള കൂട്ടായ്മ ആവശ്യമാണ്. യുവത്വവും പരിചയസമ്പന്നതയും ഇടചേർന്ന് വർദ്ധിക്കുന്ന പുതിയ ഭരണസമിതിക്ക് ഇത്തരം വെല്ലുവിളികൾ മറികടക്കാനുള്ള ആർജവും ഊർജവും ഉണ്ടെന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ സാമ്പത്തിക വർഷം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളിലൂടെ നാം അവതരിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AG ബഷീർ, അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, അഡ്വക്കേറ്റ് VPP മുസ്തഫ, ഹർഷദ് വർക്കടി തുടങ്ങിയവരും പങ്കെടുത്തു. വർഗീയതയ്ക്കെതിരെ KSTയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു. പെരിയ ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു പരിപാടി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചത്. PVK പനയാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുതരം പേടി നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചിരച്ച് വരും. കാസർഗോഡ് ടൗൺ ഹാളിൽ ആ നാടകം ഒരു മത്സരത്തിന് വന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഭീതിയുടെ ഒരു അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഫാഷിസത്തിന്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. ഫാഷിസം, ഏകാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്ക് മലയാളത്തിൽ അതിന് തീരെ യോജ്യമല്ല. അത് വളരെ ദുർബലമാണ്. ഫാഷിസം തന്നെയാണ്. ഫാഷിസം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ്. എത്രയോ 1919 മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയ ആ വാക്ക് ഫാഷിസം. ജില്ലാ പ്രസിഡന്റ് K. മോഹനൻ അധ്യക്ഷനായി. K. രാഘവൻ, മീനാകുമാരി, ശാന്തകുമാരി, സദാനന്ദൻ, ദിലീപ് കുമാർ, K. ഹരിദാസ്, VV പ്രഭാകരൻ, ബാലകൃഷ്ണൻ, A. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഓട്ടോ തൊഴിലാളികൾക്കായി പ്രഖ്യാപിച്ച ESI ആനുകൂല്യം നടപ്പിലാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മോട്ടോർ
ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ RDO ഓഫീസ് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ രാജ്യത്തെ 2 കോടിയോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ച തുക നടപ്പിലാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് കുന്നുമ്മലിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. സംസ്ഥാന സെക്രട്ടറി R. രഘുരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ നമ്മുടെ ഹൈക്കോടതിയിലെ ബഹുമാന്യനായ ജഡ്ജിയുടെ വീട്ടിൽ പോയി. ജഡ്ജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഫോൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഫോൺ ചെയ്യുക. അതിന് ഞങ്ങൾ ചോദിച്ചു, സാറേ എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞത് എറണാകുളത്തെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന്റെ അടിയിൽ ഉള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഒരു തൊഴിലാളി വന്നിട്ടില്ല. അത് ഞങ്ങൾ ചോദിച്ചു, അതിനെന്തിനാ അങ്ങ് അസ്വസ്ഥനാകുന്നത്? അങ്ങക്ക് പോലീസ് ജീപ്പുണ്ട്, പോലീസ് ഡ്രൈവറുണ്ട്, ഗൺമാൻ ഉണ്ട്, പറഞ്ഞു വിടെ എന്ത് കാര്യത്തിനും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് രാത്രി എൻ്റെ മകള് ബാംഗ്ലൂരിൽ നിന്നുള്ള രാത്രി വണ്ടിക്ക് വരുന്നുണ്ട് എറണാകുളത്ത്. എല്ലാ വട്ടവും അവളെ വിളിച്ചോണ്ട് വരുന്ന ഈ ഡ്രൈവറാണ്. ഇന്ന് അയാൾ ഇല്ലാത്തതുകൊണ്ട് ഇനി ആരെ വിടുമെന്നാണ് എനിക്ക് സംശയം. ജില്ലാ പ്രസിഡന്റ് A. ശ്രീനിവാസൻ അധ്യക്ഷനായി. സത്യനാഥ്, ജനാർദ്ദനൻ, SK ഉമേഷ്, വിശ്വനാഥ ഷെട്ടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. VV ബാലകൃഷ്ണൻ, കേശവ, വിശ്വനാഥൻ, K. രാധാകൃഷ്ണൻ, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 6-7 തീയതികളിൽ കാസർഗോഡ് നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ 13ാം സംസ്ഥാന സമ്മേളനത്തിനാണ് കാസർഗോഡ് വേദിയൊരുങ്ങുന്നത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള സമീപനത്തോടുകൂടി സർക്കാർ എടുക്കുന്ന എല്ലാ നിയമവിരുദ്ധ നടപടികൾക്കെതിരെയും പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 6-7 തീയതികളിലായി നടക്കുന്ന സമ്മേളനത്തിലെ ATC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കമലാധരൻ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T. കൃഷ്ണൻ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി C. ചന്ദ്രബാബു, VM അനിൽ, KV ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിലെ സഹകരണ സംഘം ജീവനക്കാരുടെ സംഘടനയാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ. A2C നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ സംസ്ഥാന സമ്മേളനമാണ് 6-7 തീയതികളിൽ കാസർഗോഡ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. അതിൽ 6-ാം തീയതി സഹകരണ മേഖലയിലെ വിവിധ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ടൊരു സെമിനാറും 7-ാം തീയതി ഇതിൻ്റെ സംഘടനാ സമ്മേളനം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിന് സ്വാഗത സംഘം കൺവീനർ B. സുകുമാരൻ, C. ചന്ദ്രബാബു, KV കൃഷ്ണൻ, K. ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് KSFE-യുടെ 2ാമത് ശാഖ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാനഗറിലെ DCC ഓഫീസ് ബിൽഡിംഗിലാണ് പുതുതായി ശാഖ ആരംഭിച്ചത്. കേരള സംസ്ഥാന ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ കാസർഗോട്ടെ 2ാമത്തെ ശാഖയുടെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് എത്രമാത്രം സൗകര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് DCC ഇവിടെ നിർവഹിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിലാണ് ശാഖ പ്രവർത്തിക്കുന്നത്. മുനിസിപ്പൽ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ മുംതാസ് അബൂബക്കർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഗോവിന്ദൻ നായർ, CPI ജില്ലാ കമ്മിറ്റി മെമ്പർ V. രാജൻ, റീജിയണൽ മാനേജർ T. രാജ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി യത്നിക്കുമെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംഘടനയുടെ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ നീലേശ്വരത്ത് നടന്നു. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ സമ്മേളനമാണ് ബുധനാഴ്ച നീലേശ്വരം വ്യാപാര ഭവനിൽ വെച്ച് നടന്നത്. സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം MC ജോസ് ഉദ്ഘാടനം ചെയ്തു. ചില ആളുകളുടെ നടപടികൾക്കെതിരെ നമുക്ക് വിമർശനമുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു മുൻകൈ എടുത്തപ്പോ കോൺഗ്രസിന്റെ തന്നെ ചില നേതാക്കന്മാർ നെറ്റി ചുളിച്ചിട്ടുണ്ട്. ഇത് ശരിയാണോ? നമ്മുടെ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുമ്പോ INTUC മുൻകൈ എടുത്ത് എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും യോജിപ്പിച്ച് സമരരംഗത്തിറങ്ങുന്നത് ശരിയാണോ എന്ന സംശയം പ്രകടിപ്പിച്ച സന്ദർഭമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി
ജില്ലാ വൈസ് പ്രസിഡന്റ് ടി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പി ബാലകൃഷ്ണൻ, പി ജി ദേവ്, മാമുനി വിജയൻ, കെ വി സുധാകരൻ, പി രാമചന്ദ്രൻ, കെ എം ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് 5 മുതൽ 10 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 5 മുതൽ 10 വരെ തീയതികളിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുമെന്നും 16 രാവിലെ 8:37 11:40 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലെ അതിപുരാതനവും ശ്രേഷ്ഠവുമായ ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ് നീലേശ്വരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ അഞ്ഞൂറ്റമ്പലം വീരർക്കാവ്. പട്ടുവം മുതൽ പനമ്പൂർ വരെയുള്ള ശാലീയ സമുദായ തെരുവുകളിൽ പേരുകൊണ്ടും പെരുമ കൊണ്ടും നീലേശ്വരം നഗരത്തിന് പ്രഥമ സ്ഥാനം കൽപ്പിച്ചു പോരുന്നു. നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രവുമായി അഭേദ്യബന്ധമുള്ള ഈ ദേവാലയങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രാഹ്മണ സമൂഹത്തിന്റെ അധീനതയിൽ നിന്നും കാലാന്തരത്തിൽ ശാലീയ സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രമായി മാറ്റപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രനടയിൽ വെച്ച് നടത്തിയ സ്വർണ്ണപ്രശ്ന ചിന്തയിൽ ക്ഷേത്രം ജീർണാവസ്ഥയിലാണെന്നും പുനർനിർമ്മിക്കേണ്ടതാണെന്നുമുള്ള ദൈവഹിതമറിഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിലവിലെ അഞ്ഞൂറ്റമ്പലം പള്ളിയറകൾ പൊളിച്ചു മാറ്റിയത്. അഞ്ഞൂറ്റമ്പലത്തിലെ ആര്യക്കര ഭഗവതിയുടെയും ശ്രീ പോർക്കലിയുടെയും പള്ളിയറകൾ മുൻപുണ്ടായിരുന്ന കണക്കുകളിൽ അണുകിട മാറ്റം വരുത്താതെ പുതിയ പള്ളിയറകൾ നിർമ്മിച്ചാണ് പുനഃപ്രതിഷ്ഠയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാർച്ച് 6 വൈകിട്ട് 6 വീരർക്കാവ് പരിസരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പി കരുണാകരൻ എം പി മുഖ്യാതിഥിയാവുന്ന ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ പ്രമുഖ വ്യക്തികളെയും അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ദേവസ്വം മുഖ്യസ്ഥാനികൻ ശില്പികളെയും ആദരിക്കും. നീലേശ്വരത്തിന്റെ സ്വന്തം കലാകാരി കാവ്യമാധവൻ സുവനീർ പ്രകാശനം ചെയ്യും. മാർച്ച് 5 ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കം കുറിച്ച തളിയിൽ ക്ഷേത്ര പരിസരത്ത് നിന്നും കലവറനിരക്കൽ ഘോഷയാത്ര പുറപ്പെടും. കെ കെ കുമാരൻ, കെ സി മാനവരം രാജ, കെ കെ ബാലകൃഷ്ണൻ, വി വി രാമചന്ദ്രൻ, സി കരുണാകരൻ, കെ വി രാജേന്ദ്രൻ, കെ വി രവീന്ദ്രൻ, പി രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ മെയ് 16 തെരഞ്ഞെടുപ്പ് നടക്കും. റെയിൽപാളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ സന്ദേശം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഭാവിക്കര പദ്ധതി പ്രദേശത്ത് തടയണ നിർമ്മാണം വൈകുന്നു. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പോലീസ് തള്ളലിനിടയിൽ തൊഴിലാളി വീണ് പരിക്കേറ്റ സംഭവം ASIയെ സസ്പെൻഡ് ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. തെരഞ്ഞെടുപ്പ് ചെങ്കള, പിലിക്കോട് പഞ്ചായത്തുകളിൽ. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. കുടിവെള്ളത്തിന് മുന്തിയ പരിഗണന. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.